ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഡിസംബറിന്റെ തണുപ്പിനൊപ്പം നാടെങ്ങും മണിമുല്ല പൂവസന്തം. പട്ടാമ്പിക്കൊടലൂരിലെ മാങ്കോട്ടിൽ രാധാകൃഷ്ണൻ മിനി ദമ്പതികളുടെ വീട്ടിലാണ് കുടചൂടിയെ പോലെ മണിമുല്ല പൂത്തത്. വർഷത്തിലൊരു തവണ മാത്രം പൂക്കുന്ന വെള്ളിച്ചെടിയാണ് മണിമുല്ല. പട്ടാമ്പിക്കൊടലൂരിൽ മാങ്കോട്ടിൽ വീട്ടിൽ രാധാകൃഷ്ണൻ മിനി ദമ്പതികൾ 5 വർഷം മുമ്പ് നട്ട മണിമുല്ലയാണ് 2ാം തവണയും പൂക്കൾ വിടർന്നത്. കഴിഞ്ഞ ഡിസംബറിലും ഇവിടെ പൂക്കൾ വിടർന്നിരുന്നു. വീടിന്റെ മുൻഭാഗത്ത് ഓടിന്റെ മുകളിലൂടെ പടർന്ന് പന്തലിച്ച് പൂത്തു നിൽക്കുന്ന മണിമുല്ല ഏറെ ആകർഷണീയമാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് മണിമുല്ല വള്ളിയെ പടർത്താനാണ് രാധാകൃഷ്ണൻ മിനി ദമ്പതികളുടെ ആഗ്രഹം. ഇത് ഒരു മണിമുല്ല എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പൂക്കുള്ളൂ. അപ്പോൾ സാധാരണ ഇതിൽ എല്ലാ കൊല്ലവും ഡിസംബർ മാസമാകുമ്പോഴാണ് ഇത് പൂക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മണമൊക്കെ ഉണ്ട്. പിന്നെ തേനീച്ചയൊക്കെ നല്ല ചീച്ചകളും പാറ്റകളൊക്കെ പൂമ്പാറ്റകളൊക്കെ ഇതിൻ്റെ 4 പേരും നല്ല പകലൊക്കെ പറന്നു വരും. പിന്നെ എന്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസമാണ് ഉണ്ടാവുള്ളൂ. 2-3 ദിവസം കഴിഞ്ഞത് വേഗം വാടും. നവംബർ മുതൽ ചെടി മൊട്ടിട്ട് തുടങ്ങും. ഫെബ്രുവരി വരെ നീളുന്നതാണ് മണിമുല്ലയുടെ പൂക്കാലം. മണിമുല്ലയുടെ തണ്ടാണ് നടുന്നത്. ഇതിനൊട്ടേറെ ആവശ്യക്കാരുമുണ്ട്. മണിമുല്ല മാത്രമല്ല രാധാകൃഷ്ണന്റെ വീട്ടിലെ മനോഹര കാഴ്ച. മുറ്റം നിറയെ അലങ്കാർ ചെടികളും പച്ചക്കറികളും തളിർത്തു നിൽക്കുന്നുമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിരമിച്ച രാധാകൃഷ്ണനും എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുമായ മിനിയും ചേർന്നാണ് മുല്ലകൃഷി പരിപാലിക്കുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.